He's called Laletan by millions of Malayalis, celebrated across India as the complete actor from comedy to action. Now we have Mohanlal speaking live. Let's cut across to that. എപ്പോഴും അങ്ങനെയുള്ളൊരു കാര്യം വരുമ്പോൾ നമുക്ക് ആദ്യം അത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. എന്നെ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഒരു ഷൂട്ടിൻ്റെ അകത്തായിരുന്നു. അപ്പോൾ അവർക്കിത് പറഞ്ഞ് ഓക്കെ ആണോ എന്ന് ചോദിക്കണം അല്ലേ. നമുക്കത് ആ കൺസെൻറ്റ് കിട്ടിയാലേ അവർക്ക് അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആദ്യം നമുക്കത് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ അല്ലേ. ഒരു വൈൽഡ് ഡ്രീമിൽ പോലും അല്ലേ, ഒരു ഇൻസെയിൻ ഡ്രീം, നമ്മൾ കാണുന്ന ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു എന്താ അവർ പറയുന്നത്, അതിനൊരു ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. എന്നാലും ഒരു സത്യമാണോ അല്ലയോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നൊരു മൊമെൻ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ചോദിക്കും, എന്താണ് ഒന്നുകൂടെ പറയുമെന്ന് കാര്യം ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാൻ പറഞ്ഞു. കാര്യം അത് സത്യമാണോ എന്ന്. കാര്യം ഇതൊരു വളരെ പരമോന്നത ബഹുമതി എന്നൊക്കെ വേണമെങ്കിൽ പല പത്രക്കാർ എഴുതിയതിൽ നിന്നാണ് ഞാൻ പറയുന്ന ആ വാക്ക്. അങ്ങനെ വലിയൊരു ബഹുമതിയായിട്ട് ഞാൻ കാണുന്നില്ല. ഇതെല്ലാവർക്കും ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ബഹുമതിയാണ്. I'm saying this is a huge mark of respect. The latest award that's been announced for me, I'm saying this is a huge mark of respect, and I hope to share this with everybody. ആരും എന്തോ ചോദിച്ചു. അങ്ങനെ പരിമിതികളൊന്നും ഇല്ലല്ലോ. സിനിമയ്ക്ക് ഒരുപാട് ഓപ്പണിംഗ് ആണല്ലോ. ഇപ്പം ടെക്നോളജി മാറി, പഴയ സിനിമ പോലെ അല്ലല്ലോ. ഇപ്പം മലയാള സിനിമ എന്ന് പറയുന്നത് മാത്രമല്ല പുറത്തേക്കുള്ള ഇപ്പൊ ഒരു സിനിമ വേണമെങ്കിൽ ഒരു 200 ഭാഷയിൽ ഡബ് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട്. അപ്പം മാറി ഇപ്പം സിനിമ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വന്നു. Cinema is no longer just regional, it is pan-India. You don't have Malayalam cinema or Tamil cinema. It's cinema that goes across regions. കോണ്ടന്റ് വൈസ് ഒക്കെ വളരെ ശക്തമായ പ്രമേയങ്ങളുള്ള ഒരു സിനിമ ഇൻഡസ്ട്രി ആയിട്ട് ഇപ്പോഴാണ് മലയാളത്തിനെ കാണുന്നത്. അതിൻ്റെതായ ഒരു സന്തോഷമുണ്ട്. Malayalam cinema is not being restricted just to Kerala. The world is looking at cinemas being churned out of Kerala from a very different angle with great respect, and that's a huge reward. ബാക്കി ഞാൻ നിർമ്മിക്കുന്ന ആളാണ്. കാര്യം അതൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തോട്ടായിരുന്നു. ഒരു 3D ആരും ചെയ്യാത്തൊരു കാര്യം. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യമില്ലാത്ത ഒരു തോട്ട് വന്നാൽ ഞാൻ ചെയ്യാം. I'm an experimenter, I'm a creator. 3D at one point had garnered my attention and I had gotten into that. If there's something that comes as a creative inspiration, I will still dabble into it. I don't have restrictions on that. ഷറഫുദ്ദീനെ ഞാൻ അതിൻ്റെ അടുത്തൊന്നും കണ്ടില്ല. അങ്ങനെയല്ല, എപ്പോഴും അങ്ങനെയല്ലോ. വിജയം എന്ന് പറയുമ്പോൾ ഒരു സക്സസ്ഫുൾ ആയി മാറുമ്പോഴാണല്ലോ ഒരുപാട് അതിലേക്ക് ബാക്കി ആൾക്കാർ ഓടിയെത്തുന്നത്. സിനിമ ഒരു വിഷ്യസ് സർക്കിളാണ്, ഒരു മാജിക്കാണ്. നമുക്കതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. Cinema is magic. Cinema is a vicious circle. Cinema is addictive. If cinema is bad, you will get the criticism. If cinema is lovely, you will get the love. It's extreme. It's magic by itself. It's like a circus. You do what you have to do. There are many people who make us and create us. It's not one person, it's not a one-man show. It takes a group of people, many people to really collaborate and for anything to stand. മഹത്തരമായ സിനിമ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അതിലും അത്തരം നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. I'm not saying all the cinemas that are coming out are great, but I just hope that we would be churning out even more great cinemas. ഞാൻ അങ്ങനെ വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരാളല്ല. കാര്യം അത് അങ്ങനെ ചെയ്തിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. പലർക്കും അങ്ങനെയാണല്ലോ. I'm not somebody who dreams about awards or big things, because when you dream for something and you don't get it, it hurts.
So I can't say that I have dreamt for this, but എന്താണ് നിങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് കിട്ടുന്ന ജോലി അത് ക്യാരക്ടർ ഏറ്റവും നന്നായി ചെയ്യാൻ ശ്രമിക്കും. നന്നായി ചെയ്യുമെന്ന് ഞാൻ പറയില്ല, കാര്യം ശ്രമിക്കും. ആ ശ്രമം സക്സസ്ഫുൾ ആയ I won't say I do everything right, but I try to portray every character to the best of my possibility when it's given to me. എനിക്ക് മാത്രമല്ല നല്ല സിനിമകൾ ഉണ്ടാകണം, മലയാള സിനിമയോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയുടെ. It's not just about, I believe that there must be good cinema that's created, that's made, and it's not just about Malayalam cinema. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായി മാറാൻ ഞാൻ തയ്യാറാണ്, അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. അതാണ് എന്റെ. And I am willing to join force and become part of a greater endeavor to ensure that there is greater cinema being churned out from India. അങ്ങനെയാണോ? അങ്ങനെ ഇത് അപ്പൊ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? എനിക്കിത് ഈ ജോലിയല്ലാതെ വേറൊന്നും അറിയില്ല. അങ്ങനെ പരമോന്നത ബഹുമതി അംഗീകാരം തന്നെയാണല്ലേ. And this award is a recognition of what I have done. ബഹുമതി ഇല്ല, അത് പോയി. അപ്പം ആ ബഹുമതി ഉള്ള പേര് ചീത്തയാക്കാതെ നന്നായിട്ട് അഭിനയിച്ചു പോവുക എന്നല്ലേ ഉള്ളൂ, അല്ലാതെ ഇതിന്റെ മുകളിൽ എന്താണ്? I've got the fame and the love. I just hope I'll be able to continue my job, keeping that intact, keeping the respect intact, and that's what really my focus is about. മുമ്പൊരിക്കൽ പറഞ്ഞ കാര്യം ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ വേറെ തരത്തിൽ പറയും. അന്ന് മുമ്പൊരിക്കലല്ലേ? അല്ല, ശരിക്കും സത്യമായിട്ടാണ് ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പ്രത്യേകിച്ചൊരു വലിയ ഡിസയർ ഇല്ല. അതാണ് ഡിസയർ എന്ന് പറയുന്നത്. ആഗ്രഹങ്ങൾ തിരമാല പോലെയാണെന്നാണ്, ഒന്നിനു പുറകെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ രീതിയിൽ പൊയ്ക്കോട്ടെ, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പൊക്കോളാം. അങ്ങനെ മലയാളി എന്നില്ലല്ലോ സിനിമയിൽ. അതാണ് സിനിമ എന്നുള്ള ഒരു അങ്ങനെയല്ല. പിനാക്കിൾ എന്ന് പറയുന്നത് ഇല്ലല്ലോ, വാക്കാണ്. ഏറ്റവും ഹയസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാ? ഞാൻ അവിടെ താഴോട്ട് ചാടാം. ഉന്നതി എന്നൊന്നും ഞാൻ ഇതിനെ കാണുന്നില്ല, അതാണ് ഞാൻ പറയുന്നത്. I am not seeing this as the pinnacle or the zenith. I have to give my best for everything that I do.